ഹായ് ഫാമിലീസ്, ഇന്ന് മാമിക്കാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണിത്. മാമിക്ക അറിയാതെ ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റും ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. വലിയ പൈസേൻ്റെ സാധനമൊന്നുമല്ല, അവരേന്ന് തന്നെ ഞാൻ പൈസ വാങ്ങി വെച്ചിട്ട് അവർക്ക് വാങ്ങിക്കൊടുത്തൊരു കുഞ്ഞു ഗിഫ്റ്റാണ്. മാമിക്ക് അറിയില്ല, അവർ കുളിക്കുന്ന സമയം കൊണ്ടാണ് ഞാൻ മേശപ്പുറമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. കുളിച്ചിട്ട് സാധാരണ ഇറങ്ങി വരുന്നത് പോലെ ഇറങ്ങി വന്നതാണ് ആൾ. അവർ പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങനെ കേക്കൊക്കെ വാങ്ങിക്കുമെന്നൊന്നും. ഷർട്ടിൻ്റെ ഒന്ന് ഫുള്ള് കുടുക്ക് വരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ കുളിച്ചിട്ട് നോർമലി വീട്ടിൽ ഇറങ്ങി വരുന്ന പോലെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ പിന്നെ കേക്ക് കട്ട് ചെയ്യാനൊക്കെ പോയി. മാമിക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഫേസ് കാണുമ്പോൾ എനിക്ക് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട്. ഏജ് നമ്മൾ നല്ല ഉറക്കമായിരുന്നു, പക്ഷെ ഓളില്ലാതെ നമ്മൾ ഫ്രെയിം ഒരിക്കലും ഫുള്ളാവില്ല. അതുകൊണ്ടാണ് ഉറങ്ങിക്കിടക്കുന്ന ഓളെ പോയി ഒരുക്കി എടുത്തുകൊണ്ട് വന്നത്. അങ്ങനെ കേക്ക് കട്ടിങ് ചെയ്ത് മാമിക്കാക്കും വെച്ച് കൊടുത്ത് മാമിക്ക ഞങ്ങൾക്കും തന്ന് അങ്ങനെ കേക്ക് കട്ടിങ് അവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മാമിക്കാക്ക് ശരിക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. എല്ലാ ഗിഫ്റ്റും ഞാൻ കൊടുക്കാന്നാണ് വിചാരിച്ചത്. പിന്നെ പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് 2 അവരെ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചാൽ ചിലപ്പോൾ അതൊന്നും ആയിരിക്കുമല്ലോ ഉണ്ടാവും. നമ്മളുണ്ടോ അപ്പോൾ എനിക്ക് പൊട്ടിച്ചോ? അംചാനെ പൊട്ടിച്ചോ ആദ്യം? അതല്ല എന്റെ ഉടായിപ്പ് കെട്ടലല്ലാന്ന്. അത് പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നൊന്നും ആയിരിക്കൂല. നിങ്ങളെ ഞാൻ വാങ്ങി 200 രൂപ വെച്ചുണ്ടാക്കിയ സാധനം. നഷ്ടപ്പെട്ടു പോയൊരു സാധനം അല്ലേ? അതിഷ്ടം, പക്ഷെ നല്ല മണം. ഇന്നലെ മണപ്പിച്ചു കൊള്ളാം. ഇഷ്ടായ? സ്മെല്ല് ഇഷ്ടായ? അത് നിങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെടില്ല. ഇത് കാണുന്ന ചിലർ വിചാരിക്കുന്നുണ്ടാവും എന്നാൽ ഇത്രയും ചെറിയ സാധനങ്ങളെയൊക്കെയാണോ വാങ്ങിക്കൊടുത്തത് എന്നൊക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം മാമിക്കാനെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് വലിയ കാര്യമാണ്. ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയത്. നിങ്ങൾ ഇടോ ഇല്ലെന്ന് നമുക്കറിയില്ല. അപ്പൂസൊക്കെ തരുന്നേ ഉള്ളു. എല്ലാം നാനാ പഠിച്ചിരുന്നു. അതും തീരെ പ്രതീക്ഷിക്കരുത്. ചിലപ്പോ അതും ഇഷ്ടപ്പെടണം എന്നില്ല. മാത്രം പാപ്പാക്ക് ഇഷ്ടപ്പെട്ടു. വാച്ച് പാപ്പാക്ക് ഇഷ്ടപ്പെട്ടത്. അത് അങ്ങനെ ഇരിക്കുന്ന നോക്കണ്ട. അതിനകത്ത് ആ കവറാണ്. കവർ ഇളക്കിയാൽ അതിന്റെ ഗ്ലേസ് ഒക്കെ വരുള്ളൂ. കണ്ടില്ലേ? ഇന്നലെ പോയി മാറ്റിയത് വേറെ ഇന്നലെ എടുത്തത് ഇങ്ങനത്തെ ഒരു ബ്ലൂ 32 അല്ലേ? വിട്ടോ? കൊള്ളാമോ? ഇഷ്ടായ? ഇനിയൊന്നുമില്ല. വേറെ എന്താ നയിക്കുന്നതിന്? ഇതൊന്നും പോരാത്തവരെ നല്ല ഉഷാറായി. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കൊടുത്ത ഗിഫ്റ്റൊക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ